നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ആളുകളോട് സംസാരിക്കുമ്പോഴോ നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോഴോ നമ്മുടെ ഉള്ളിലെ പേടിയും നെഞ്ചിടിപ്പും അവർക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? അല്ലെങ്കിൽ ഞാൻ ഈ വിറയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വേർക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കൗൺസിലിംഗ് സെഷനിൽ പറയാറുണ്ട്. എൻ്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ എത്രത്തോളം പേടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും, മാഡത്തിന് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ കൗൺസിലിംഗ് സെഷനിലും ആൾക്കാർ എന്നോട് പറയാറുണ്ട്. ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇലൂഷൻ ഓഫ് ട്രാൻസ്പെറൻസി എന്ന്. അതായത് നമ്മുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു തോന്നൽ. പക്ഷേ അത് സത്യമല്ല. നമ്മൾ വിചാരിക്കുന്നതിന്റെ പകുതി പോലും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് റിയാലിറ്റി. നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് മാത്രമാണ് ഇത്ര ശക്തമായിട്ട് അനുഭവപ്പെടുന്നത്. മറ്റുള്ളവർ അവരുടെ സ്വന്തം ചിന്തകളിലും തിരക്കുകളിലും ഒക്കെയാണ്. അതുകൊണ്ടിട്ട് അടുത്ത തവണ നിങ്ങൾക്ക് ഈ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ആൻസൈറ്റി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ എടുക്കുമ്പോഴോ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, യോർ ഇന്റേണൽ വേൾഡ് ഇസ് നോട്ട് ഓൺ ഡിസ്പ്ലേ. മറ്റൊരാൾക്കത് അത്രയും വ്യക്തമായിട്ടത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ പേടി നിങ്ങളുടെ മുഖത്ത് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഈ ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പം മുമ്പ് ഒരുപാട് ഇങ്ങനെ പേടിക്കുന്നുണ്ട്, കൈവിറയ്ക്കുന്നുണ്ട്, കൈവേർക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് സ്വയം ഒന്ന് പറയാ, എന്നെ ഇത്രയും വലിയ ആൻസൈറ്റിയോ സ്ട്രെസ്സോ ഒന്നും മറ്റൊരാൾ കാണുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സമാധാനത്തോടു കൂടി മറ്റൊരാളോട് സംസാരിക്കാമെന്ന് ബ്രെയിനെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് ഒന്ന് സംസാരിച്ചു നോക്കൂ.